ഡെലിവറിക്ക് ശേഷം എപ്പോഴാണ് വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വേരിയസ് ഫാക്ടേഴ്സ്. അതായത് ഓരോരുത്തരുടെ ഡെലിവറിനെ ഡിപ്പെൻഡ് ചെയ്യും, അവരുടെ റിക്കവറി ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യും. ഡെലിവറി എന്ന് പറയുമ്പോൾ വെജൈനൽ ഡെലിവറി ആയിരുന്നോ, അതായത് നോർമൽ ഡെലിവറി ആയിരുന്നോ, അല്ലെങ്കിൽ സി സെക്ഷൻ സിസേറിയൻ പോലത്തെ ഡെലിവറി ആയിരുന്നോ, അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും എപ്പോഴാണ് വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് തീരുമാനിക്കാൻ പറ്റുക. ആദ്യം നമുക്ക് വെജൈനൽ ഡെലിവറിയുടെ കേസ് പറയാം. ഈ നോർമൽ ഡെലിവറി കഴിഞ്ഞ ആൾക്കാർക്ക് വിത്തിൻ ഫ്യൂ വീക്സ് വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ ഡോക്ടറുടെ ഗ്രീൻ സിഗ്നൽ, ഗ്രീൻ ലൈറ്റ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? ജെന്റിൽ വാക്ക് നമുക്ക് ചെയ്യാം, അതുകൊണ്ട് കുഴപ്പമില്ല. അതേപോലെ തന്നെ കീഗൽ എക്സസൈസും നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നോർമൽ വെജൈനൽ ഡെലിവറി കഴിഞ്ഞ ആൾക്കാർ ചെയ്യേണ്ടത്. ഇന്നത്തെ കാര്യം എന്ന് പറയുമ്പോൾ ലിസൺ ടു യുവർ ബോഡി. നിങ്ങളുടെ ബോഡിനെ നിങ്ങൾ ശരിക്കും നോക്കുക. അതായത് എന്തെങ്കിലും പെയിനോ ഡിസ്കംഫർട്ടോ ഒക്കെ വരികയാണെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മളുടെ കംഫർട്ടബിൾ, അത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നമ്മൾ കംഫർട്ടബിൾ ആവുന്നതിനനുസരിച്ച് നമ്മുടെ വർക്ക്ഔട്ടിന്റെ ഇന്റൻസിറ്റിയും ഡ്യൂറേഷനും ഒക്കെ കൂട്ടാം. അടുത്തത് സി സെക്ഷൻ ഡെലിവറി. സി സെക്ഷൻ ഡെലിവറി വെജൈനൽ ഡെലിവറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി റിക്കവറി ടൈം കുറച്ചും കൂടി കൂടുതൽ എടുക്കും. കാരണം സർജിക്കൽ പ്രൊസീജിയർ ഒക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് റിക്കവറി ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ ക്ലിയറൻസ് കിട്ടിയതിനു ശേഷം മാത്രമേ നമ്മൾ വർക്ക്ഔട്ടിലേക്ക് കടക്കാൻ പാടുള്ളൂ. പിന്നെ മിനിമം ഒരു 6 to 8 വീക്സ് എങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം. ജെന്റിൽ വാക്സ് വെച്ചിട്ട് മാത്രമേ നമ്മൾ വർക്ക്ഔട്ട് ഒരു എക്സസൈസ് റുട്ടീനിലേക്ക് കടക്കാൻ പാടുള്ളൂ. കംപ്ലീറ്റ്ലി ഹീൽ ആയതിനു ശേഷം മാത്രമേ നമ്മൾ സ്ട്രെനസ് ആക്ടിവിറ്റീസിലേക്കൊക്കെ കടക്കാൻ പറ്റുള്ളൂ.